Hi guys, welcome to the happiest place on earth. ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഡ്രീം കം ട്രൂ മൂവ്മെന്റ് ആണിത്. ഇതുവരെ ഞങ്ങൾ ഡിസ്നിലാൻഡിൽ പോയിട്ടില്ല. ഫസ്റ്റ് ടൈം വി ആർ കമ്മിങ് ടു ഡിസ്നിലാൻഡ്, അതും ചൈനയിൽ. സോ വെരി എക്സൈറ്റഡ് ആൻഡ് ദ ഫസ്റ്റ് വ്യൂ ഓഫ് ദിസ് മാജിക്കൽ കാസിൽ ഇസ് ട്രൂലി മാജിക്കൽ. ആക്ച്വലി വേദുവിനെ കാട്ടി കൂടുതൽ എക്സൈറ്റഡ് ഞാനും പ്രിയായിരുന്നു. പക്ഷെ ഈ ഒരു വെയിറ്റ് ടൈം ഒക്കെ കണ്ടപ്പോഴേക്ക് എക്സൈറ്റ്മെന്റ് ഒക്കെ മാറി. ഏകദേശം എല്ലാ റൈഡ്സിനും ഒരു 3 മണിക്കൂർ വരെ വെയിറ്റ് ടൈം ഒക്കെ ഉണ്ടായിരുന്നേ. ആൻഡ് ഞങ്ങൾ ഫസ്റ്റ് പോയത് സുത്തോപ്പിയ റൈഡായിരുന്നു, കാരണം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റൈഡാണിത്. ഇറ്റ്സ് എ റിയൽ ലൈഫ് ആനിമട്രോണിക്സ് ഒക്കെ ഉള്ള റൈഡായിരുന്നു. ആൻഡ് ഇതിൻ്റെ റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 3D 4D പ്ലസ് റോളർ കോസ്റ്റർ കമ്പൈൻ ചെയ്ത് എങ്ങനെയായിരിക്കും അതുപോലത്തെ ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡും ഇത് തന്നെയായിരുന്നു. ഇൻഫാക്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇതിൽ 2 തവണ കഴിഞ്ഞു. ഒരു തവണ 1 മണിക്കൂർ വെയിറ്റിങ്ങും, 2ാം തവണ 2.5 മണിക്കൂർ വെയിറ്റിങ്ങും ആയിരുന്നു. അടുത്ത് ഞങ്ങൾ പോയത് പീറ്റർ പാൻ. നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് ആയിട്ട് ഇൻസ്പയർ ചെയ്ത് പറക്കണം എന്ന് ഒരു ആഗ്രഹം തോന്നിച്ച ഒരു ക്യാരക്ടറായിരുന്നു പീറ്റർ പാൻ. ഇതും ഇതുപോലത്തെ തന്നെ ഒരു റൈഡായിരുന്നു, ഒരു ഇമേഴ്സീവ് റോളർ കോസ്റ്റർ. പക്ഷെ ഇതൊരു ഫ്ലോട്ടിംഗ് റോളർ കോസ്റ്ററിന്റെ ഒരു ഫീൽ കിട്ടിയത്. പാരന്റ്സ് ഇഷ്ടപ്പെട്ട റൈഡ് പീറ്റർ പാൻ ആയിരുന്നു. ഞങ്ങൾ വേറെ കുറേ റൈഡ്സിൽ കയറി, അതിൻ്റെ ഒക്കെ വീഡിയോ വ്ളോഗായിട്ട് നാളെ വരുന്നതായിരിക്കും. അടുത്തത് ഞങ്ങൾ ഇവിടുത്തെ ലൈവ് പരേഡ് കാണാൻ പോയി. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നു. അതിൻ്റെ ഒരു ഷോർട്ട് ക്ലിപ്പാണ് ഇത്. സോ പ്രിൻസസ് ഉണ്ടായിരുന്നു, മിക്കി മൗസ്, ഇവർ ഇൻക്രെഡിബിൾസ് ക്യാരക്ടർ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വേദുമുൻ ഏറ്റവും ഹാപ്പി ആയ ഒരു മൂമെൻറ്റ്, ആ ചിരിവൊക്കെ എന്തായിരിക്കും എന്നറിയോ, അവഞ്ചേഴ്സ് ക്യാരക്ടർ. അവൻ്റെ ഫേവറേറ്റ് ആയ സ്പൈഡർമാൻ ഇല്ലായിരുന്നെങ്കിൽ പോലും ബ്ലാക്ക് പാന്തറും ക്യാപ്റ്റൻ മാർവലും അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ലൈവ് ഷോസ് ആയിരുന്നു. പക്ഷേ അവഞ്ചേഴ്സ് ബേസ്ഡ് റൈഡ്സ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നേ. നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം ഒരുപാട് നടക്കാനുണ്ട്. ഡിസ്നിയുടെ അകത്ത് ഞങ്ങൾ നടന്ന ഏകദേശം 12 കിലോമീറ്ററാണ്. ആൻഡ് ഇത് ഒരു തീംഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ ഇത് ടാങ്കിളിൻ്റെ തീമിലുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഫുഡ് ഭാഗ്യത്തിന് വെസ്റ്റേൺ ഫുഡും ഉണ്ടായിരുന്നു. സോ മിക്കി മൗസിൻ്റെ ഷേപ്പിലുള്ള പിസ്സ ആൻഡ് പാസ്താസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ആൻഡ് വൈകുന്നേരം ആവുമ്പോഴേക്കും നല്ല തിരക്കുമാണ്. ഫുഡ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള റൈഡ്സിൽ കയറേണ്ടത് വിചാരിച്ചു. ഒരു കാം ബോട്ട് റൈഡ് ഉണ്ട്. ഈ ഡിസ്നിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് 6 വയസ്സ് തൊട്ട് 70 വയസ്സ് വരെ ആൾക്കാർക്ക് കയറാൻ പറ്റിയ പല രീതിയിലുള്ള റൈഡ്സ് ഉണ്ട്. ഞങ്ങൾ ഏറ്റവും വെയിറ്റ് ചെയ്ത ഒരു മൂവ്മെൻറ്റ് ഇവിടുത്തെ ഒരു ക്ലോസിങ് സെറിമണി ആയിരുന്നു. ഞങ്ങൾ മാത്രമല്ല, ഈ കാണുന്ന എല്ലാവരും. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി ഡ്രീം കം ത്രൂ വാച്ചിങ് ദിസ് ബ്യൂട്ടിഫുൾ ക്ലോസിങ് സെറിമണി. ശരിക്കും ഇതൊരു സ്റ്റോറി ബുക്ക് കമ്മിങ് അലൈവ് എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഡീറ്റെയിൽ വ്ളോഗ് നാളെ കാണും. And it was truly the happiest place on earth for us.